നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ തിരുത്തി വായിച്ച ഭാഗം രേഖകളിൽ ഉണ്ടാകില്ല. ഈ ആവശ്യം ഉന്നയിച്ച ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്ത് സർക്കാർ തള്ളി. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലാണ് ഈ കത്ത് തള്ളിയത്. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധികളും അനുശാസിക്കുന്നതും അതുതന്നെയാണ്. ഇതേ രീതി തന്നെയാണ് പാർലമെൻറ്റിലും ഇതര സംസ്ഥാന നിയമസഭകളിലും സ്വീകരിച്ചു വരുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ആയതിനാൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭയെ അറിയിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പറയൂ ഉമേഷ്. ഒരു അസാധാരണ നടപടിക്രമമാണ് ഇന്ന് സഭയിലുണ്ടായത്. സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതെങ്കിലും ഭാഗം ഗവർണർമാർ വായിക്കാതെ വിടുകയോ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വായിക്കുകയോ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താലും ഇതുവരെയുള്ള കീഴ്വഴക്ക പ്രകാരം മന്ത്രിസഭ ഏത് നയപ്രസംഗമാണോ അംഗീകരിച്ചത് അതായിരിക്കും സഭാരേഖകളിൽ വരിക. പക്ഷേ ഇത്തവണ ഗവർണർ തിരുത്തി വായിച്ചത് സഭാരേഖകളിൽ ഉണ്ടായില്ല എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ ഗവർണർ ഒന്നിലധികം കത്തുകൾ സ്പീക്കർക്ക് അയച്ചു. അങ്ങനെയാണ് സ്പീക്കർ ഈ വിഷയം സഭയുടെ പരിഗണനയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത്. സഭാനാഥനായ മുഖ്യമന്ത്രി സംസാരിച്ചു. മുഖ്യമന്ത്രി ഇത്തരത്തിൽ ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗം മാത്രമേ സഭാ രേഖകളിൽ ഉണ്ടാകൂ എന്ന് കൃത്യമായി പറഞ്ഞു. ഇതാണ് കീഴ്വഴക്കം. 1986 മുതൽ ഈ രീതിയിൽ ഗവർണർമാർ അവർ ചില നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ വായിക്കാതെ വിടുന്ന ഭാഗങ്ങളുണ്ട്. ചിലത് വിയോജിപ്പ് രേഖപ്പെടുത്തി വായിക്കാറുമുണ്ട്. എന്നാലും ഏത് നയപ്രഖ്യാപന പ്രസംഗമാണോ മന്ത്രിസഭ അംഗീകരിച്ചത് അതേ പ്രസംഗം മാത്രമേ ഇതുവരെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കീഴ്വഴക്കം മാറ്റാൻ കഴിയില്ല. അതേ രീതിയിൽ എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിൽ വായിച്ച നയപ്രഖ്യാപന പ്രസംഗം രേഖകളിൽ ഉണ്ടാകില്ല. രേഖകളിൽ ഉണ്ടാകുന്നത് മന്ത്രിസഭ അംഗീകരിച്ച അതേ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും. ചുരുക്കത്തിൽ ഗവർണർ നൽകിയ 2 കത്തുകളും നിയമസഭ തള്ളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.